ബി പി ടോക്ക് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പിന്റെ വിരാമമായി നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഇതാ നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നു. ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി നമ്മൾ പ്രേക്ഷകരെ ബിഗ് ബോസ് സീസൺ 7 വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ ഇന്ന് നമ്മുടെ മുന്നിലെത്തി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇന്ന് ആദ്യം തന്നെ കാണിച്ചത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിന്റെ ഹോം ഡോർ ആണ്. ലാലേട്ടൻ ഓരോ കാര്യങ്ങളും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ട് കേട്ടോ. ആ ഒരു പ്രസന്റേഷൻ ഒരു രക്ഷയുമില്ല. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസ് കിടു കിടു കിടു. ആദ്യം തന്നെ ലാലേട്ടൻ ഒരു ബൾബിന്റെ അടുത്ത് ഒരു ലൈറ്റിന്റെ അടുത്ത് പോയിരുന്നിട്ട് പറയും, എല്ലാം ഇവര് ശരിയാക്കി, എങ്കിലും ലാസ്റ്റ് എന്റെ ഒരു കൈ എത്തിയില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. ആ ഒരു മട്ടിലാണ് ഒരു ഡയലോഗ് പറയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ആ ഒരു ബിഗ് ബോസ് എന്നെഴുതിയത് കുറച്ച് ചെരിഞ്ഞിട്ടാണുള്ളത്. അതിനെ പറ്റിയിട്ടും എന്തോ പറയുന്നുണ്ട്. ഓരോരോ കാര്യത്തിനും ഓരോരോ കാരണങ്ങളുണ്ട് എന്നാണ് മൂപ്പർ പറയുന്നത്. ഓരോ സ്ഥലത്തെത്തിയിട്ടും ഇത് ഞാൻ ലാലേട്ടൻ പറഞ്ഞ് ചെയ്യിപ്പിച്ച ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട് കേട്ടോ. കിച്ചണെ പറ്റിയാണെങ്കിലും ഡൈനിങ് ടേബിളിനെ പറ്റിയാണെങ്കിലും കിച്ചണിലുള്ള അടിനെ പറ്റിയാണെങ്കിലും ഫുഡിന് വേണ്ടിയിട്ടുള്ള അടിയാണെങ്കിലും കട്ടെത്തുന്നതിനെ പറ്റി അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങളും മൂപ്പര് എടുത്തു പറയുന്നുണ്ട്. ഈ പ്രാവശ്യം എല്ലാം സ്പെഷ്യലാണ് കേട്ടോ. ജയിലാണെങ്കിൽ പറയണ്ട, ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഓരോന്നും നമ്മളെ മേക്കപ്പ് റൂമിനെ പറ്റി പറയുന്നുണ്ട്. എല്ലാവർക്കും സുന്ദരിയും സുന്ദരന്മാരെയൊക്കെ നടക്കാന്നൊക്കെ. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഹൗസിന്റെ കാര്യം പറയുകയാണെങ്കിലും അതുപോലെ തന്നെ പ്രമോ കണ്ടത് വെച്ചൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിന് നന്നായിട്ട് വില കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഇനി അങ്ങോട്ട് അറിയില്ല കേട്ടോ. പിന്നെ അടുത്തതായി നമ്മുടെ ലാലേട്ടൻ പോകുന്നത് എന്റെ ഫ്രണ്ടിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ റൂമിലേക്കാണ് കേട്ടോ. ബിഗ് ബോസിനെ വിളിക്കും. ബിഗ് ബോസ്, അപ്പൊ ബിഗ് ബോസ് ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് പറയും, സിനിമ ഒക്കെ കാണാറുണ്ട്, അടിപൊളിയാണ് എന്നൊക്കെ പറയും. അവരെ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ലാലേട്ടൻ ഒന്ന് കുമ്പസരിക്കണം എന്നൊക്കെ പറയും. ബിഗ് ബോസ് ചോദിക്കും, അതിന് ലാലേട്ടൻ എന്താ ചെയ്തത്? ലാലേട്ടൻ പറയും, ചെയ്തതല്ല, ചെയ്യാൻ പോകുന്നതിന് വേണ്ടി. നമുക്ക് ഊഹിക്കാം, ലാലേട്ടൻ ഈ പ്രാവശ്യം കിടു തന്നെയാണ്. എല്ലെണ്ണത്തിന് എടുത്ത് നന്നായിട്ടൊന്ന് അലക്കി വെളുപ്പിക്കുമെന്ന്. അപ്പൊ ലാലേട്ടനോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് കേട്ടോ, ലാലേട്ട എന്തോ ഒരു പണീനെ പറ്റി പറയുന്നുണ്ടല്ലോ. അപ്പൊ ലാലേട്ടൻ പറയും, അത് സർപ്രൈസാ. അപ്പൊ ബിഗ് ബോസ്, ലാലേട്ട ഒന്ന് പറ ലാലേട്ട, ഒന്ന് പറ ലാലേട്ട. അങ്ങനെ ബിഗ് ബോസ് ഇങ്ങനെ ചോദിക്കും. ലാലേട്ടൻ ബിഗ് ബോസിനായിട്ട് നന്നായിട്ട് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ബിഗ് ബോസ് ലാലേട്ടനിട്ട് ഒരു കൊട്ടങ്ങ് കൊടുത്തു. ലാലേട്ടന്റെ ഒരു നല്ലൊരു ഡയലോഗ് ഇങ്ങനെ കാച്ചി. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു, എന്താ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ പണിപ്പുരയിലേക്ക് അങ്ങ് കയറിപ്പോയി. ഈ പ്രാവശ്യത്തെ പണി മൊത്തം വരുന്നത് പണിപ്പുരയിൽ നിന്നാണ് മക്കളെ. മാസ്ക് ഇട്ട് വരുന്നവരുടെ മാസ്ക് ഒക്കെ ഇവിടെ അയച്ചു വെക്കും. അതുപോലെ അവർ സ്പെഷ്യലായിട്ട് കരുതുന്ന എല്ലാം ലക്ഷറി സാധനങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം എപ്പിസോഡിൽ. അപ്പൊ എപ്പിസോഡിന്റെ റിവ്യൂ ആയി വരുന്നത് വരേക്കും ബൈ.